ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മെയ് ദിനത്തിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഇന്ന് ലോകം അന്തർദേശീയ തൊഴിൽ ദിനം കൊണ്ടാടുമ്പോൾ തിരുസഭ തൊഴിലാളികളുടെ മധ്യസ്ഥനായ തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവ് അധ്വാനം ചെയ്ത് തിരുക്കുടുംബത്തെ പോറ്റി, മാത്രമല്ല ദൈവപുത്രനെ തന്നെ അധ്വാനിക്കുവാൻ പഠിപ്പിച്ചു. ഈശോനാഥൻ യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, പിതാവ് കാണുന്നത് പിതാവെല്ലാം എനിക്ക് കാണിച്ചു തന്നു, ഞാൻ അത് അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഈ 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും അതേപോലെ അവിടുത്തോട് ചേർന്ന് പ്രവർത്തന നിരതനായിരിക്കുന്നു. ദൈവപുത്രൻ തന്നെ നമുക്കറിയാം, 30 വർഷം അധ്വാനിച്ചു, തൊഴിൽ ചെയ്തു. അടുത്ത 3 വർഷം അത്ഭുതം നിറഞ്ഞ ജീവിതം തന്നെ യഥാർത്ഥ തൊഴിൽ, ദൈവത്തിൻ്റെ തൊഴിൽ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു വിധത്തിൽ എല്ലാ മനുഷ്യരും തൊഴിലുമായി ബന്ധപ്പെട്ടതാണ്. തൊഴിലിൽ മനുഷ്യൻ്റെ അധ്വാനമുണ്ട്, സഹനമുണ്ട്, സ്നേഹമുണ്ട്. തൊഴിലിലൂടെയാണ് മനുഷ്യൻ തൻ്റെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം തേടുന്നത്, നേടുന്നത്. ശരിക്കും പറഞ്ഞാൽ തൊഴിൽ എന്താണ്? തൊഴിൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ തൊഴിലിൽ മാത്രം അങ്ങനെ ഒതുങ്ങിപ്പോകാറുണ്ട്. മനുഷ്യൻ തൊഴിലിന് വേണ്ടിയല്ല, തൊഴിൽ മനുഷ്യന് വേണ്ടിയാണ്. തൊഴിൽ എന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള മനുഷ്യൻ്റെ പങ്കുചേരലാണ്. ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നാണ് പറയുക. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ ദൈവം പ്രപഞ്ചത്തെ മുഴുവനും അവിടുന്ന് സൃഷ്ടിച്ച കാര്യം പറയുവാണ്. അതാണ് ദൈവത്തിൻ്റെ തൊഴിൽ എന്ന് പറയാം. എന്നിട്ട് തൻ്റെ തൊഴിലിൽ പങ്കുചേരുവാൻ വേണ്ടിയാണ് മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ദൈവത്തിൻ്റെ സൃഷ്ടീകർമ്മത്തെ ദൈവം തുടങ്ങി വെച്ചത് അത് പൂർത്തീകരിക്കുക. രൂപത്തിൽ ഏത് തൊഴിലും നോക്കിക്കൊള്ളുക, അത് ദൈവം തുടങ്ങി വെച്ചത് തുടരുന്നതാണ്, അല്ലെ പൂർത്തീകരിക്കുന്നതാണ്. എല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ആക്കി തീർക്കുവാനുള്ള മനുഷ്യൻ്റെ പരിശ്രമങ്ങളാണ് എല്ലാ തൊഴിലും തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ പൂർത്തീകരണം, അതിലുള്ള നമ്മുടെ പങ്കുചേരൽ, അതോടൊപ്പം തന്നെ പുത്രനായ ദൈവത്തിൻ്റെ രക്ഷണീയ പ്രവർത്തനങ്ങളിലുള്ള നമ്മുടെ പങ്കുചേരൽ, അതും തൊഴിലാണ്. അതേപോലെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ലോകത്തിലെങ്ങും തുടരുന്ന ആ പ്രക്രിയയാണ്. അതായത് വിശുദ്ധീകരിക്കുന്ന പ്രക്രിയ എന്ന് പറയാം. എല്ലാത്തിലും പരിവർത്തനം വരുത്തുന്ന, നന്മയ്ക്ക് വേണ്ടിയുള്ള പരിവർത്തനം വരുത്തുന്ന ആ പ്രക്രിയയാണ് ഒരു വിധത്തിലെ തൊഴിൽ എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ഒരു വിധത്തിൽ എല്ലാവരും തൊഴിൽ ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഞാനൊരു വീട് വെച്ചിരിക്കാൻ ചെന്നപ്പോഴേക്കും അവിടെ വീട്ടുകാരിയാണ് ഉള്ളത്. വീട്ടുകാരിയോട് ചോദിച്ചു, ഇവിടെ ആർക്കാണ് തൊഴിലുള്ളത്? ഭർത്താവ് തൊഴിലിന് പോയിരിക്കുവാണ്. അപ്പം നിങ്ങളെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പം, എനിക്ക് തൊഴിലൊന്നുമില്ല അച്ഛാ എന്ന് പറയാണ്. സത്യത്തിൽ ഒരു വിധത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യുന്നത് വീട്ടമ്മമാരാണ്, അല്ലേ? ഭവനത്തെ ക്രമീകരിക്കുന്നത്, ഭവനത്തിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത്, ഭവനത്തിൽ ഒരു വിധത്തിൽ ഓരോരുത്തരുടെയും ആവശ്യം അറിഞ്ഞ് അവരെ ആരോഗ്യത്തിലും സൗഖ്യത്തിലും നിലനിർത്തുന്ന പ്രക്രിയ എല്ലാം ചെയ്യുന്നത് അവരാണ്. എന്നിട്ട് അവർ പറയണോ എനിക്ക് തൊഴിലൊന്നുമില്ല എന്ന്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യുന്നത് അവരാണ്. എല്ലാവരും തൊഴിൽ ചെയ്യുന്നവരെ, ഏത് തൊഴിൽ ചെയ്യുന്നവരാകട്ടെ പ്രിയപ്പെട്ടവരെ, ആ തൊഴിലിൽ ദൈവത്തിൻ്റെ ആ പ്രവർത്തനം നടക്കുക. ആ രീതിയിൽ തൊഴിലിൻ്റെ മാഹാത്മ്യവും തൊഴിലാളികളുടെ മഹത്വവും വെളിവാക്കുവാണ് ഇന്നത്തെ തിരുനാൾ. യൗസേപ്പ് പിതാവ് എല്ലാ തൊഴിലാളികൾക്കും ഒരു മാതൃകയാണ്. ഒരു വിധത്തിൽ അദ്ദേഹം ഒത്തിരി പറയുവല്ല, പിന്നെയോ മൊത്തം പ്രവർത്തിക്കുക, ഉടൻ പ്രവർത്തിക്കുക, ഉത്സാഹത്തോടെ പ്രവർത്തിക്കുക, വിശ്വസ്തയോടെ പ്രവർത്തിക്കുക. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഒരു വിധത്തിൽ പ്രിയപ്പെട്ടവരെ എന്തിനു വേണ്ടിയാണ്? ഒന്ന്, നമ്മുടെ ജീവിതത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനവും.
നമ്മുടെ കഴിവുകൾ കണ്ടറിയുക, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നന്നായിട്ട് ഗ്രഹിക്കുക, നമ്മുടെ ജീവിത ദൗത്യം നിറവേറ്റുക. ആ രീതിയിൽ നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ തൊഴിൽ ചെയ്യുകയാണ്. നമ്മൾ അലസരായിരിക്കേണ്ടവരല്ല. അലസത ഒരു വിധത്തിൽ വലിയ പാപമാണ്. ഒന്നും ചെയ്യാതെ മറ്റുള്ളവരെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരവസ്ഥ. ചില മുതിർന്ന മക്കൾ പോലും ചിലപ്പോൾ പാവപ്പെട്ട മുതിർന്ന മാതാപിതാക്കന്മാർ അധ്വാനിച്ചുണ്ടാക്കുന്നത് വെച്ച് മാത്രം കഴിയുകയാണ്. വീട്ടിൽ അവരിങ്ങനെ അലസരായി കഴിയുകയാണ്, ഒന്നും ചെയ്യാതെ കഴിയുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം നന്നായിട്ട് വിനിയോഗിക്കണം, നമ്മുടെ കഴിവുകൾ നന്നായിട്ട് വിനിയോഗിക്കണം, മറ്റുള്ളവരുടെ ആവശ്യം കണ്ടറിഞ്ഞത് നിറവേറ്റുവാനായിട്ട് നാം തയ്യാറാകണം. നമ്മളാരും നമുക്ക് വേണ്ടിയല്ല, നമ്മളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അതിനു പകരം മറ്റുള്ളവർ പോലും നമുക്ക് വേണ്ടിയാണെന്ന ബോധത്തോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത് ഒരു വിധത്തിൽ തൊഴിലിന് എതിരാണ്. യഥാർത്ഥ തൊഴിലാളിയായി നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിൽ നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ വ്യക്തിത്വ വികസനം, വ്യക്തിത്വ സാക്ഷാത്കാരം എന്ന് പറയാം. രണ്ടാമത്തേത് നമ്മൾ സ്നേഹമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. മറ്റുള്ളവരുടെ സഹായത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേപോലെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നേറുക. ഏത് കുടുംബവും, ഏത് സമൂഹവും, ഏത് കൂട്ടായ്മയും, പ്രിയപ്പെട്ടവർ ഏത് രാജ്യവും വളരുന്നത് എല്ലാവരും പരസ്പര സഹകരണത്തോടെ അധ്വാനിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാകുമ്പോഴാണ്. അവിടെ നമ്മൾ പരസ്പരം താരതമ്യം ചെയ്യേണ്ട. ആരാണ് വലിയ ജോലി ചെയ്യുന്നത്, ആർക്കാണ് കൂടുതൽ ശമ്പളം കിട്ടുന്നത്, ആ രീതിയിലല്ല ചിന്തിക്കേണ്ടത്. ഞാൻ എൻ്റെ ദൗത്യം ഏറ്റവും നന്നായി നിറവേറ്റുന്നുണ്ട്. ഒരു വിധത്തിൽ തൊഴിൽ ചെയ്യുന്നതിനുള്ളൊരു ആത്മസംതൃപ്തിയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. ഇത്തിരി ശമ്പളം കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു വകയല്ല നമ്മുടെ അധ്വാനം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ അധ്വാനം ഉണ്ടല്ലോ, അത് ദൈവ ആരാധനയാണ്. നമ്മൾ ദൈവ ആരാധനയ്ക്ക് പറയുന്നത് ലിറ്റർജി എന്നാണ്. ലിറ്റർജി എന്നുള്ള പദം വരുന്നത് 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ്. ലാവോസ്, എർഗോൺ. ലാവോസ് എന്ന് പറഞ്ഞാൽ ജനം, എർഗോൺ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം. നമുക്ക് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ദൈവത്തിന് വേണ്ടിയുള്ള ജനത്തിൻ്റെ പ്രവർത്തനമാണ് ലിറ്റർജി. മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് ലിറ്റർജി. ദൈവത്തോട് ചേർന്നുള്ള മനുഷ്യൻ്റെ പ്രവർത്തനമാണ് ലിറ്റർജി. ഇപ്പം നമ്മുടെ ആരാധന പോലും പ്രിയപ്പെട്ടവരെ അധ്വാനമാണ്, തൊഴിലാണ്. ഇപ്പം നമ്മുടെ ജീവിതം മുഴുവനും ഒരു വിധത്തിൽ തൊഴിൽ ചെയ്തുകൊണ്ട്, അധ്വാനിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന് നന്ദി പറയാൻ, ദൈവം ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുവാൻ, മറ്റുള്ളവരുള്ള നമ്മുടെ കടമ നിറവേറ്റുവാൻ, മറ്റുള്ളവരെ ഹൃദയം തുറന്നൊന്ന് സ്നേഹിക്കുവാൻ, മറ്റുള്ളവർക്ക് പ്രതിസമ്മാനം നൽകാൻ, അതേപോലെ നമ്മുടെ ജീവിതത്തെ തന്നെ സാക്ഷാത്കരിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അവിടെയാണ് യൗസേ പിതാവ് നമുക്ക് മാതൃകയായിരിക്കുന്നത്. യൗസേ പിതാവ് തൻ്റെ തൊഴിൽ ചെയ്ത് ദൈവം ഏൽപ്പിച്ച ദൗത്യം താൻ നിറവേറ്റുന്നു എന്ന ബോധത്തോടെ ഒരു ദൈവ ആരാധനയായിരുന്നു യൗസേ പിതാവിന് തൊഴിൽ. അതേപോലെ തന്നെ യൗസേ പിതാവ് അധ്വാനിച്ചത് തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്, മാതാവിനെ ഈശോയെയും പുലർത്താൻ വേണ്ടി, അതുപോലെ നാട്ടുകാർക്കൊക്കെ നന്മ ചെയ്യാൻ വേണ്ടി അധ്വാനിച്ചത്. യൗസേ പിതാവ് ഒരു വിധത്തിൽ പ്രിയപ്പെട്ടവരെ തൊഴിലാളി മധ്യസ്ഥനായി മാറുന്നത് തൊഴിലാളികൾക്കെല്ലാം പ്രചോദനമായി, മാതൃകയായി അദ്ദേഹം നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ തൊഴിലിന് വേണ്ടിയല്ല. ചില ആൾക്കാർ തൊഴിലിനെ ദൈവമാക്കി മാറ്റാറുണ്ട്. തൻ്റെ ജീവിതം മുഴുവനും തൊഴിലിനു വേണ്ടി എന്നുള്ള രീതിയിലാണ്. ദൈവം പോലും 6 ദിവസം പ്രവർത്തിച്ചു, 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് പറയുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്രമം അത്യാവശ്യമാണ്. വിശ്രമം എന്തിനു വേണ്ടിയാണെന്നറിയാവോ? വിശ്രമം ഒരു വിധത്തിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്, ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ്. വിശ്രമം കുടുംബത്തിലുള്ള എല്ലാവരോടും ചേർന്ന് ഒരുമിച്ചിരുന്ന് പ്രിയപ്പെട്ടവരെ ഭക്ഷിക്കുവാനും സംസാരിക്കുവാനും ഉല്ലസിക്കുവാനും എല്ലാമാണ്. നമുക്ക് എല്ലാം ജീവിതം മുഴുവനും ഒരു തൊഴിലാക്കി മാറ്റണ്ട. തൊഴിൽ വേണം, തൊഴിൽ ചെയ്യാതിരിക്കരുത്, നമ്മൾ അലസരായിരിക്കരുത്. എന്നാൽ തൊഴിലിനെ നമ്മൾ ദൈവമാക്കരുത്. നമ്മൾ തൊഴിലിന് വേണ്ടിയല്ല.
ചില ആൾക്കാർ 2, 3 8 മണിക്കൂർ ജോലി. അപ്പം നമ്മൾ ചിക്കാഗോയിൽ 8 മണിക്കൂർ ജോലി എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു സമരമുണ്ട്. ആ സമരത്തിൽ നിന്നാണ് തൊഴിലാളി ദിനത്തിൻ്റെ ആരംഭം. അപ്പം ആ 8 മണിക്കൂർ ജോലി സമയം ചിലരാണെങ്കിൽ 16 മണിക്കൂർ അങ്ങ് ചെയ്യും. എന്തിനാ? അത്രയും കൂടുതൽ ശമ്പളം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാൽ. പ്രിയപ്പെട്ടവരെ, എന്തേറെ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. പലരും ആ രീതിയിലാണ് തൊഴിലിനെക്കുറിച്ച് അങ്ങോട്ട് ചിന്തിക്കുക. ഇത്രയും ഉണ്ടാക്കുന്നു. എന്നാൽ എനിക്ക് ആവശ്യമായതുണ്ടോ? ഉള്ളതിൽ സംതൃപ്തിപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ട സംതൃപ്തി ഏകി ദൈവത്തെ പ്രീതിപ്പെടുത്തി മനുഷ്യർക്ക് നന്മ ചെയ്ത് അതുപോലെ നമ്മുടെ ഈ പ്രപഞ്ചത്തെ തന്നെയും പ്രിയപ്പെട്ടവരെ സ്നേഹിച്ച് പ്രപഞ്ചത്തിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അധ്വാനിക്കാനായിട്ട് സാധിക്കണം. ദൈവം തന്ന സമയം നന്നായിട്ട് വിനിയോഗിക്കാൻ നമുക്ക്, ദൈവം തന്ന കഴിവുകളെ നന്നായിട്ട് വിനിയോഗിക്കാൻ നമുക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ വചനം ഗ്രഹിച്ച് ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ പ്രീതിപ്പെടുത്തി ദൈവമക്കളായി ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരായി നമുക്ക് ജീവിക്കുവാനായിട്ട് തയ്യാറാകാം. അവിടെ ഈശോ നമുക്ക് മാതൃകയാണ്. ഈ ദൈവം തന്നെ നമുക്ക് മാതൃകയാണ്. മനുഷ്യനെന്ന രീതിയിൽ യൗസേപ്പ് പിതാവ് നമുക്ക് വലിയ പ്രചോദനവും മാതൃകയും സംരക്ഷകനുമാണ്. നമുക്ക് തൊഴിലാളികൾക്ക് നല്ല വേണ്ടത്ര വേതനം ലഭിക്കുവാൻ വേണ്ടി, നീതി ലഭിക്കാൻ വേണ്ടി, അവരുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് സംസാരിക്കാം, പ്രവർത്തിക്കാം, പെരുമാറാം. എല്ലാവരുടെയും മനുഷ്യൻ്റെ അന്തസ്സ് എന്ന് നിലനിൽക്കട്ടെ. മനുഷ്യവർഗം എന്നും അധ്വാനിച്ച് മുന്നേറട്ടെ. ദൈവരാജ്യ അനുഭവത്തിലേക്ക് മുന്നേറട്ടെ. ദൈവം തുടങ്ങി വെച്ചത് ദൈവരാജ്യ അനുഭവത്തിലാണ് പൂർണ്ണമാവുക. അങ്ങനെ ആ രീതിയിൽ നമ്മുടെ ലോകത്തെ ദൈവരാജ്യമായി പരിവർത്തനപ്പെടുത്തുന്ന പ്രക്രിയയാണ് പ്രിയപ്പെട്ടവരെ തൊഴിൽ എന്ന് പറഞ്ഞാൽ. അതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം. ആ പ്രവർത്തനത്തിൽ നാമും പങ്കുചേരുന്നു ദൈവത്തിൻ്റെ മക്കളായി. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥം ഏവർക്കും അനുഭൂതിയുമാകട്ടെ. അദ്ദേഹത്തിൻ്റെ മാതൃക നമുക്കെന്നും പ്രചോദനമാകട്ടെ. തിരുക്കുടുംബത്തെ പരിപാലിച്ച യൗസേപ്പിതാവ്, ദൈവപുത്രനെ വളർത്തിയ യൗസേപ്പിതാവ് പ്രിയപ്പെട്ടവരെ നമ്മയും ദൈവമക്കളായി വളരുവാൻ എന്നും സഹായിക്കട്ടെ. നമ്മളെ എന്നും കാത്ത് സംരക്ഷിക്കട്ടെ. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.